ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. മുറിയിലേക്ക് വളരെ ദേഷ്യത്തോടെ വന്നിരിക്കുകയാണ് മീര. എന്നിട്ട് അർച്ചന വാങ്ങിച്ചു കൊടുത്ത രണ്ടുപേരുടെയും ആ ഡ്രസ്സ് ബെഡിലേക്ക് വലിച്ചെറിഞ്ഞു. കൂടെ വന്ന അനൂപ് പറയുന്നുണ്ട്, നീ എന്തായി കാണിച്ചത്? അച്ഛൻ നമുക്ക് സന്തോഷത്തോടെ വാങ്ങിച്ചുകൊണ്ട് വന്നതല്ലേ ഇത്, അതുകൊണ്ട് തന്നെയാണ് ഞാനിത് വലിച്ചെറിഞ്ഞത്. ദേ, നമുക്ക് ഈ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കണ്ട എന്ന് മീര പറയുമ്പോൾ മനസ്സിലായില്ല എന്ന് അനൂപ് പറയുന്നുണ്ട്. മനസ്സിലാക്കാനൊന്നുമില്ല, ഈ വീട്ടിൽ നല്ല ഒരു കാര്യവും നടക്കാൻ പോകുന്നില്ല. നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത് എന്ന് അനൂപ് പറയുമ്പോൾ മീര പറയുന്നുണ്ട്, നിങ്ങളെ സഹോദരിയെ തന്നെ ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ട് വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാമെന്നാണോ അനൂപേട്ടൻ വിചാരിച്ചത്? അതിനിപ്പോൾ എന്താ കുഴപ്പം? അവളോട് നീ ഇപ്പോൾ എന്താ ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നത്? അവള് നിന്നോട് എന്ത് തെറ്റാ ചെയ്തത് എന്ന് പറയുമ്പോൾ മീര പറയുന്നുണ്ട്, ഇത്രയൊക്കെ അനുഭവിച്ചിട്ടും അനൂപേട്ടന് മനസ്സിലായില്ലേ? ഇല്ല, നീ ഈ പറയുന്ന ന്യായം എനിക്ക് തീരെ മനസ്സിലായില്ല. ഈ ഡ്രസ്സ് എറിഞ്ഞു കളയാൻ മാത്രം ഇവിടെ എന്താ സംഭവിച്ചത്? ഇതുവരെ ഒന്നും സംഭവിച്ചില്ല, പക്ഷേ ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ട് വെഡിങ് ആനിവേഴ്സറി ആഘോഷിച്ചാൽ എന്തെങ്കിലും സംഭവിക്കും. അതെനിക്ക് പേടിയാണ്. അർച്ചനയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് ദോഷം വിതയ്ക്കുന്ന ദുരാത്മാവ് ആണെന്നല്ലേ ജോത്സ്യൻ പറഞ്ഞത്? അങ്ങനെയാണല്ലോ തെളിഞ്ഞത്. ഇരിക്കേണ്ട ദേഷ്യത്തോടെ അനൂപ് മീരയോട് പറയുന്നുണ്ട്, ദേ, നീ വെറുതെ അനാവശ്യം പറയരുത്. അനൂപേട്ട, അർച്ചനയുടെയും കുഞ്ഞിന്റെയും സാമീപ്യമുള്ള ഒരു സ്ഥലത്തും സന്തോഷമുള്ള ഒരു കാര്യവും നടക്കില്ല. നെല്ലിശ്ശേരിയിൽ വളകാപ്പ് ചടങ്ങ് നടത്താൻ തുടങ്ങിയപ്പോൾ ഉണ്ടായ പുകിലൊക്കെ നിങ്ങളും കണ്ടതാണല്ലോ. 4 പേരാ മരിച്ചത്, അറിയാലോ. വെറുതെ ഇവിടെയും പ്രശ്നങ്ങൾ വിളിച്ചു വരുത്തുന്നത് എന്തിനാ? നമുക്ക് പുറത്തെവിടെയെങ്കിലും പോയി വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാം. നീ എന്ത് മര്യാദക്കേടായി ഈ പറയുന്നത്? ഫംഗ്ഷന് വേണ്ടി ആളുകളെ വിളിച്ചു വരുത്തിയിട്ട് നമുക്ക് മാത്രം പുറത്തു പോയി ആഘോഷിക്കാനോ? നിനക്ക് എന്താ തലയ്ക്ക് വെളിവില്ലേ? മീര പറയുന്നു, എന്റെ തലയ്ക്ക് വെളിവുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്. അർച്ചനെ ഒപ്പം ചേർത്ത് വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഇത് അർച്ചന കേൾക്കുന്നുണ്ട്. നീ ഈ പറഞ്ഞതൊന്നും നടക്കില്ല. വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്നുണ്ടെങ്കിൽ അത് ഇവിടെ വെച്ച് മാത്രമേ നടക്കൂ, ഇല്ലെങ്കിൽ അത് വേണ്ടെന്ന് വെക്കാം. എല്ലാവരോടും ഫംഗ്ഷൻ മാറ്റി വെച്ചെന്ന് നീ തന്നെ വിളിച്ച് പറഞ്ഞേക്ക്. നിങ്ങൾ തന്നെ എല്ലാവരോടും പറഞ്ഞാൽ മതി, ഞാൻ ആരോടും പറയാൻ പോകുന്നില്ല എന്ന് മീര. കണ്ണീര് തുടച്ചുകൊണ്ട് അർച്ചന അവിടെ നിന്ന് പോയി. തീരുമാനിച്ച കാര്യങ്ങൾ തീരുമാനിച്ചതുപോലെ നടക്കും. അച്ചുവും അവരുടെ വയറ്റിൽ വളർന്ന കുഞ്ഞും ഇവിടെ ഉണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്കൊന്ന് കാണണം. ദേ, എന്റെ സഹോദരി വാങ്ങിച്ചു തന്ന ഈ ഡ്രസ്സ് മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ. അതുകൊണ്ട് ആകാശം ഇടിഞ്ഞു വീഴുവാണെങ്കിൽ വീഴട്ടെ. അവൾ എൻ്റെ കൂടെപ്പിറപ്പാണ്. അവൾക്ക് എന്ത് ദുഃഖം ഉണ്ടായാലും അവളുടെ കൂടെ ഞാൻ നിൽക്കും. ഒരു ദുരാത്മാവും എന്നെ തൊടില്ല. ഇതിന്റെ പേരിൽ ഇനി എന്തെങ്കിലും കോലാഹലം നീ ഇവിടെ ഉണ്ടാക്കിയാൽ ഇന്നത്തോടെ നിന്റെ ഈ വീടിന്റെ താമസം ഞാൻ അവസാനിപ്പിക്കും എന്ന് പറഞ്ഞ് അനൂപ് പോകുന്നു. കണ്ടില്ലേ, അവൾ ഒരു ഡ്രസ്സ് വാങ്ങിച്ചുകൊണ്ട് വന്നതേയുള്ളൂ, അപ്പോൾ തന്നെ ഞങ്ങൾ തമ്മിൽ അടിയായി. ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് ആർക്കറിയാം എന്ന് മീര ഇങ്ങനെ പറയുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് അർച്ചന മുറിയിലിരുന്ന് കരയുന്നു. മുറിയിൽ നടന്ന കാര്യം ഓർത്ത് കരയുകയാണ് അർച്ചന. കമല അവിടേക്ക് വന്ന് ലൈറ്റ് ഇടുന്നുണ്ട്. ലൈറ്റ് ഓഫ് ചെയ്തിട്ടായിരുന്നു അർച്ചനയുടെ കരച്ചിൽ. എന്താണെന്ന് ചോദിക്കുന്നു. കുഞ്ഞുറങ്ങിയോ എന്ന് ചോദിക്കുന്നുണ്ട് അർച്ചന. അവൾ എപ്പോഴേ ഉറങ്ങിയെന്ന് കമല. വാ, അത്താഴം എടുത്തു വെച്ചിട്ടുണ്ട്, വന്നേ എന്ന് പറഞ്ഞ് കമല വിളിക്കുമ്പോൾ അർച്ചന പറയുന്നു, എനിക്ക് നല്ല സുഖം ഒന്നുമില്ലമ്മേ, ഇന്ന് എനിക്ക് അത്താഴം വേണ്ട. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, ഈ വയറ്റിൽ ഒരു കുഞ്ഞുള്ളതാണ്. ഈ അവസ്ഥയിൽ അങ്ങനെ രാത്രി ഒന്നും കഴിക്കാതിരിക്കാൻ കഴിയില്ല. അനൂപ് നിന്നെ കാത്തവിടെ ഇരിക്കുകയാണ്. ഇത് കേട്ട് അർച്ചന പറയുന്നു, ഏട്ടനോട് കഴിച്ചോളാൻ പറയും. വല്ലാത്ത തലവേദന, ഞാൻ കുറച്ചു നേരം കിടക്കട്ടെ. എന്നാൽ അമ്മ ഒരു ഗ്ലാസ് പാല് കാച്ചിക്കൊണ്ട് വരട്ടെ എന്ന് കമല പറയുമ്പോൾ വേണ്ടെന്ന് അർച്ചന. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, ഞാൻ പോയി പാല് കാച്ചിക്കൊണ്ട് വരാം എന്ന് പറഞ്ഞ് കമല പോകുന്നു. ശേഷം പിറ്റേ ദിവസമായിരിക്കുന്നു. നന്ദനെ കാണിക്കുന്നുണ്ട്. അവന്റെയാണെങ്കിൽ ഫംഗ്ഷന് പോകാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. എങ്ങനെയുണ്ട്, കൊള്ളാമോ? അല്ല, ഞാനിപ്പോ ആരോടായി ചോദിക്കുന്നത്? ഞാൻ ഒരുങ്ങിയാലും ഇല്ലെങ്കിലും ചത്ത ശവം പോലെ കിടക്കുന്ന നിങ്ങൾക്ക് എന്ത് കാര്യം? അനൂപിന്റെയും മീരയുടെയും വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാൻ മാത്രമല്ല ഞാൻ വൃന്ദാവനത്തിലേക്ക് പോകുന്നത്. അവിടെ ചെന്ന് എനിക്ക് അർച്ചനയെ ഒന്ന് കാണണം. തോറ്റ് തുന്നമ്പാടി നടക്കുന്ന അവരുടെ മുന്നിൽ ഞാനിപ്പോൾ മഹാവിജയാണ്. അത് എനിക്ക് അവളെ ഒന്ന് മനസ്സിലാക്കി കൊടുക്കണം. അവൾക്ക് അവിടെ മനസ്സമാധാനക്കേടിനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ മീരയോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇന്നത്തോടു കൂടി അവൾക്ക് അവിടെ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഞാനിവിടെ ഉണ്ടാക്കും. വളകാപ്പിനെ അവിടെ ഉണ്ടായതുപോലെ ഇന്നത്തെ വെഡിങ് ആനിവേഴ്സറിക്കും ചില പ്ലാനുകളൊക്കെ ഞാൻ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ തനിക്കെന്നെ ചവിട്ടണമെന്ന് തോന്നുന്നില്ലേ? കുറച്ച് കള്ളത്തരം കയ്യിലുണ്ടെന്ന് എനിക്കറിയാം, പക്ഷേ തൽക്കാലം ഞാനത് ക്ഷമിക്കുന്നുണ്ട്. കുറച്ച് നാൾ കൂടി തനിക്ക് എനിക്ക് തന്നെ ആവശ്യമുള്ളത് കൊണ്ടാണ്. അപ്പോൾ ശരി, ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് അവനിലേക്ക് പോകുന്നു. തുടർന്ന് വൃന്ദാവനത്തിൽ വീടൊക്കെ അലങ്കരിക്കുകയാണ് ആവണിയും മാഷും. പിന്നെ അവിടെയൊക്കെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ബലൂണൊക്കെ ഇങ്ങനെ തട്ടിക്കളിക്കുന്നുണ്ട് ആവണി. കേക്കുമായി അനൂപം എത്തി. അച്ചു എവിടെ? അവളെപ്പോഴും മുറിക്കകത്ത് അടച്ചിരിക്കുകയാണല്ലോ. ഇങ്ങോട്ട് വന്ന് ഇതൊക്കെ ഒന്ന് കൂടാൻ പറയേ, അപ്പോഴല്ലേ സന്തോഷം വരത്തുള്ളൂ എന്നൊക്കെ മാഷ് പറയുന്നുണ്ട്. അർച്ചന മുറിയിൽ തന്നെ ഇരിക്കുന്നുണ്ട്. അവിടെ കമല എത്തി. നീ ഇതുവരെ റെഡിയായില്ലേ എന്ന് ചോദിക്കുന്നു.
നീ ഇതിനകത്ത് തന്നെ ഇരിക്കുന്നത് എന്തിനാ? അച്ഛൻ നിന്നെ അന്വേഷിക്കുന്നുണ്ട്, അവിടെ ഒരുക്കങ്ങൾ നടക്കുകയാണെന്നും അമ്മ പറയുന്നു. എനിക്ക് വയ്യമ്മേ, ഞാൻ അവിടേക്ക് വരുന്നില്ല, ഫംഗ്ഷൻ നടന്നോട്ടെ എന്ന് അർച്ചന. അതെങ്ങനെയാ എന്നെ കമല ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നു, ഞാൻ ഇവിടെ കാണാം സമാധാനമായിട്ട് കുറച്ചു നേരം. മാഷു അവിടേക്ക് വന്നിട്ട് പറയുന്നു, എന്ന് പറഞ്ഞാൽ എങ്ങനെയാ മോളെ? മോളല്ലേ അവരുടെ വെഡിങ് ആനിവേഴ്സറി നടത്തണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത്. എന്നിട്ട് നീ തന്നെ ഇങ്ങനെ മാറുന്നിരുന്നാൽ അവർ തന്നെ എന്തോ വിചാരിക്കും. അതെനിക്ക് തീരെ വയ്യാത്തോണ്ടല്ലേ അച്ഛാ എന്ന് അർച്ചന പറയുന്നുണ്ട്. എടീ മീര, നിന്നോട് എന്തെങ്കിലും പറഞ്ഞോ? അവള് വാ പോയ ഒരു കോടാലിയാണെന്ന് നിനക്ക് അറിഞ്ഞൂടെ? എന്തെങ്കിലും ഇങ്ങനെ പറയുമെന്ന് വെച്ച് അവളുടെ മുന്നേ അവളുടെ ഉള്ളിലൊന്നുമില്ല. ഇനി കമല പറയുമ്പോൾ എന്നോട് ആരും ഒന്നും പറഞ്ഞില്ലെന്ന് അർച്ചന. വൈകിലും മോളെ നിർബന്ധിക്കേണ്ട, എന്നാ പിന്നെ മോള് റെസ്റ്റ് എടുക്കെന്ന് മാഷ്. അങ്ങനെ കമലയും കൂട്ടിക്കൊണ്ട് മാഷ് പോകുന്നുണ്ട്. അർച്ചന മീരയ്ക്ക് വേണ്ടി ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചു വെച്ചിരുന്നു. ആ സമയത്താണ് വൃന്ദാവനത്തിൽ അവന്തിക എത്തുന്നത്. ഇവളെന്ത് ഉദ്ദേശിച്ചായിരിക്കും വന്നത് എന്ന് കമല വിചാരിക്കുന്നുണ്ട്. അവന്തിക ഒരു ഗിഫ്റ്റുമായി വരുന്നു. അവന്തിക വന്നത് അനൂപും കാണുന്നു. ഇവളെ ഫംഗ്ഷന് വിളിച്ചത് എന്തിനാണെന്ന് മാഷ് കമലയോട് ചോദിക്കുമ്പോൾ ഞാനല്ല, മീരയാണ് വിളിച്ചത് എന്ന് കമല പറയുന്നുണ്ട്. ഇവളോട് ചങ്ങാത്തം വേണ്ടെന്ന് മീരയോട് പറഞ്ഞേക്കിയെന്ന് മാഷി കമലയോട് പറയുമ്പോൾ കമല പറയുന്നു, മാഷി തന്നെ അങ്ങ് പറഞ്ഞാൽ മതി, എനിക്ക് വയ്യ അവളോട് വഴക്ക് കൂടാൻ. ഈ സമയം മീര റെഡിയാവുകയായിരുന്നു. കുളിച്ചിട്ട് തലതോർത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അവന്തിക അവിടേക്ക് വന്നത്. അവന്തികയെ കണ്ടപാടെ സന്തോഷത്തോടെ മീര പറയുന്നു, ആഹാ അവന്തികയോ, എപ്പോഴാ വന്നത് എന്ന് ചോദിക്കുന്നു. ഇപ്പൊ വന്നതേ ഉള്ളെന്ന് പറയുന്നു. ഇതെന്താ ഗിഫ്റ്റോ എന്ന് മീര ചോദിക്കുമ്പോൾ അവന്തിക പറയുന്നു, നിങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി എനിക്ക് വളരെ പ്രശസ്തമാണ്, അതുകൊണ്ട് ഞാനൊരു ഗിഫ്റ്റ് വാങ്ങി. ആ ഗിഫ്റ്റ് മീര വാങ്ങിച്ചു. ഈ മുടിയൊന്ന് ഉണങ്ങിയിട്ട് വേണം എനിക്ക് ഫംഗ്ഷന് വരാൻ, റെഡി ആയിക്കോ എന്ന് അവന്തികയും. ഈ സമയത്തായിരുന്നു അർച്ചനയുടെ വരവ്. അർച്ചന ഗിഫ്റ്റുമായിട്ടായിരുന്നു വന്നത്. അവന്തിക മുറിയിൽ തന്നെയുണ്ട്. അവന്തികയെ ദേഷ്യത്തോടെ നോക്കുകയാണ് അർച്ചന. ഇത് ഏട്ടത്തേക്ക് ഞാൻ വാങ്ങിച്ച ഗിഫ്റ്റാണ് എന്ന് അർച്ചന മീരയോട് പറയുന്നു. ഓ, ഇതുവരെ കിട്ടിയ ഗിഫ്റ്റൊക്കെ ധാരാളം. നീ ആ ഡ്രസ്സ് തന്നപ്പോൾ മുതൽ ഞാനും അനൂപേട്ടനും തമ്മിൽ വഴക്കുണ്ടായി. ഇത് കേട്ട് അവന്തിക പറയുന്നു, അത് പിന്നെ അങ്ങനെയാണല്ലോ, നെല്ലിശ്ശേരി വീട് ഇവളൊരു വഴിയാക്കി. ഇനിയിപ്പോൾ ഇവിടെ എന്തൊക്കെയാവുമെന്ന് ആർക്കറിയാം. ഈ സമയം മനഃപൂർവ്വം അവന്തിക ആ ഫാൻ മീരയുടെ അടുത്തേക്ക് ചേർത്ത് വെക്കുന്നുണ്ട്. മുടി ഉണക്കുകയായിരുന്നു മീര. അർച്ചന തിരിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് അത് കണ്ടതുമില്ല. അങ്ങനെ ആ ടേബിൾ ഫാനിൽ മീരയുടെ മുടി കുരുങ്ങുകയാണ്. പെട്ടെന്ന് മീര താഴേക്ക് വന്ന് വീണു. എടുത്തി എന്ന് പറഞ്ഞ് പെട്ടെന്ന് സ്വിച്ച് ഓഫ് ചെയ്യുകയാണ് അർച്ചന. എല്ലാവരും അവിടേക്ക് വരുന്നു. മീര താഴെ ബോധം കെട്ടി വീണ് കിടക്കുന്നുണ്ട്. എന്താ പറ്റി എന്ന് ചോദിക്കുന്നു. ഫാൻ കുരുങ്ങിയതാണെന്ന് അർച്ചന. അങ്ങനെ അവരെല്ലാവരും കൂടി മീരയെ ബെഡിലേക്ക് കിടത്തി. അർച്ചന വെള്ളമെടുക്കാനായി പോകുന്നു. മീര കണ്ണു തുറക്കുന്നില്ല. എല്ലാവരും പേടിച്ചു. അർച്ചന വെള്ളവുമായി എത്തി. കമല മീരയുടെ മുഖത്ത് കുറച്ച് വെള്ളം തളിക്കുന്നുണ്ട്. എന്താ ഇവിടെ ഉണ്ടായിരുന്ന മാഷ്? മീരയുടെ മുടി ഈ ഫാനിൽ കുരുങ്ങിയെന്ന് അവന്തിക പറയുന്നു. നീ എന്തായി കാണിച്ചത്? ഈ ഫാൻ്റെ അടുത്ത് നിന്നിട്ടാണോ മുടി ഉണക്കുന്നത്? അവന്തിക പറയുന്നു, എന്തായാലും ജീവന് അപകടം സംഭവിച്ചില്ലല്ലോ, അത് തന്നെ ഭാഗ്യം. മീര പറയുന്നു, ഇവളെന്റെ മുറിയിലേക്ക് കയറി വന്നതുകൊണ്ടാ ഈ അപകടം ഉണ്ടായത്. ഞാനത് തെറ്റാ ചെയ്തത് എന്ന് അർച്ചന പറയുമ്പോൾ മീര പറയുന്നു, എന്തിനാ വേറെ തെറ്റ് ചെയ്യുന്നത്? ആ വലതുകാലെടുത്ത് കുത്തിയത് അല്ലേ? ആ ഡ്രസ്സ് സമ്മാനമായി തന്നപ്പോഴേ എനിക്ക് തോന്നിയതാ ഇവിടെ എന്തെങ്കിലും സംഭവിക്കുമെന്ന്. ഇവിടുത്തെ വേറൊരു സമ്മാനവുമായി വന്നിരിക്കുന്നു. എന്നെ കൊല്ലാനാണോ നീ എൻ്റെ മുറിയിലേക്ക് വന്നത്? ഇത് കേട്ട് കരയുകയാണ് അർച്ചന. മീരെ, നീ അവളെ കുറ്റപ്പെടുത്തുന്നത് എന്തിനാ? അവൾ എന്ത് തെറ്റ് ചെയ്തു? അവന്തികയല്ലേ നിന്റെ കൂടെ നിന്നത് എന്ന് മാഷി പറയുമ്പോൾ അവന്തിക പറയുന്നു, അയ്യോ, ഞാൻ ഇങ്ങോട്ട് വന്ന് കയറിയതേ ഉള്ളൂ. അപ്പോഴാ അർച്ചന മീരയ്ക്ക് എന്തോ കൊണ്ടുവന്നത്. ഇവളെ എവിടെ ചെന്നാലും അവിടെ എന്തെങ്കിലും കുഴപ്പം കാണും. നെല്ലിശ്ശേരി വീട് മുഴുവനും ഇഞ്ചപ്പരുവാക്കിയിട്ടാ ഇവിടേക്ക് കയറി വന്നത്. അവന്തിക പറയുന്നു, അത് മീര പറഞ്ഞത് ശരിയാണ്. നെല്ലിശ്ശേരിയിലും ഇവിടെയും എന്തെല്ലാം കുഴപ്പങ്ങളുണ്ടായി. അതെന്തായാലും വെറുതെ സംഭവിച്ചതല്ല. ചില ദോഷങ്ങളുണ്ട് എന്ന് പറയുന്നത് വെറുതെ അല്ല. ഇത് കേട്ട് മാഷി പറയുന്നു, മതി, അവന്തിക ഇങ്ങോട്ട് വന്നത് എൻ്റെ മോളെ കുറ്റപ്പെടുത്താനാണോ അതോ വെഡിങ് ആനിവേഴ്സറിയിൽ കൂടാനാണോ? നെല്ലിശ്ശേരിയിൽ വെച്ച് നീ ഇവളെ പരമാവധി ഉപദ്രവിച്ചു. ഇവളവിടുത്തെ പോകാൻ തന്നെ കാരണം നീയാണ്. ആരൊക്കെ അവളെ കുറ്റപ്പെടുത്തിയാലും എൻ്റെ മോളുടെ കുഞ്ഞിന് എന്തൊക്കെ ദോഷം വന്നാലും അത് ഞാനങ്ങ് സഹിച്ചു. വെറുതെ എന്തായാലും ഞങ്ങൾ അനുഭവിച്ചോളാം. അതിൻ്റെ പേരിൽ എൻ്റെ മോളെ ആരും കുറ്റപ്പെടുത്തണ്ട. ഞാൻ ആരെയും കുറ്റപ്പെടുത്തിയിട്ടില്ല, സത്യം പറഞ്ഞു എന്നേ ഉള്ളൂ. അത് കുറ്റമായെങ്കിൽ ഞാൻ പോയേക്കാമെന്ന് അവന്തിക. പിന്നെ ഫാനിൽ മുടി കുരുങ്ങി എത്രയോ പേര് ദാരുണമായി മരിക്കുന്നു. എന്തായാലും മീര രക്ഷപ്പെട്ടല്ലോ, അത് തന്നെ ഭാഗ്യം. മീരെ, ഞാൻ പോവാ എന്ന് പറഞ്ഞ് അവന്തിക പോകുന്നു. കണ്ടില്ല ഓരോരുത്തർ ഇറങ്ങി പോകുന്നത്? ഈ വെഡിങ് ആനിവേഴ്സറി ആഘോഷം വേണ്ടെന്ന് ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞതല്ലേ എന്ന് മീര പറയുന്നുണ്ട്. നിങ്ങളുടെ പെങ്ങളുള്ള ഈ വീട്ടിൽ ഒരു നല്ല കാര്യവും നടക്കില്ല. മാൻഡ്രാക്കിന്റെ ജന്മല്ലേ, തൊട്ടതെല്ലാം ഭസ്മമാകും. ഏതാകാശവും എവിടെ നടന്നാലും അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമെന്നും മീര പറയുന്നു. അപ്പോൾ തന്നെ അനൂപ് മീരയുടെ കരണ തടിച്ചു. ഇനി ഒരു അക്ഷരം മിണ്ടിയാൽ നിന്നെ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറക്കിവിടും. ദേഷ്യത്തോടെ മീര അർച്ചനയെ നോക്കുന്നു.
ഇവളെന്റെ കൂടപ്പിറപ്പാണ്. ഇവിടെ നീ ഇനി എന്തെങ്കിലും അനാവശ്യം പറഞ്ഞാൽ പിന്നെ നീ എൻ്റെ ഭാര്യയായിട്ട് ഈ വീട്ടിൽ ഉണ്ടാവില്ല. ഇതിനേക്കാൾ ഭേദം എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോകുന്നതാണ് എന്നെ മീര പറയുമ്പോൾ അനൂപ് പറയുന്നു, എന്നാ ഇറങ്ങിപ്പോടി. എന്തിനാ ഇരിക്കുന്നത്? നിന്നെപ്പോലൊരുത്തി എൻ്റെ ഭാര്യയായിട്ട് എനിക്ക് വേണ്ട, ഇറങ്ങിപ്പോടി. നല്ലൊരു ദിവസമായിട്ട് ഈ ചടങ്ങ് അലങ്കോലപ്പെട്ട് പോയല്ലോ മോളെ. ഒരു നിസ്സാരമായ കാര്യത്തിനാണോ നീ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നത് എന്ന് മാഷി ചോദിക്കുന്നു. പിന്നെ ഞാൻ എന്ത് വേണം? ഇവള് കാരണം എൻ്റെ ജീവൻ ഇപ്പോൾ പോയേനെ. കമല പറയുന്നു, എടി നിനക്ക് പറ്റിയ അബദ്ധത്തിന്റെ ഉത്തരവാദിത്തം ഇവളുടെ മേൽ കെട്ടിവെക്കാൻ നീ നോക്കണ്ട. ഇവളെന്റെ മോളാ, ഇവളെ എനിക്കറിയാം എന്നെ കമലയെ പറയുന്നുണ്ട്. ഇതേ സമയം കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അർച്ചന. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.